നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 558th day. Today Pradhamaskanda 2nd chapter 29th ശ്ലോകം. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 558ാം ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 29ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. ഓം കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 29ാമത്തെ ശ്ലോകം. വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാഗതി. വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാഗതി. ഓം തത്സത്. കഴിഞ്ഞ ശ്ലോകത്തിൽ വേദങ്ങൾ, യാഗങ്ങൾ, യോഗങ്ങൾ, കർമ്മങ്ങൾ ഇവയൊക്കെ ആ ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ജ്ഞാനശാസ്ത്രം, ജ്ഞാനം, തപസ്, ധർമ്മശാസ്ത്രം, പരമഗതി ഇവയും ഒക്കെ ആ വാസുദേവൻ്റെ പരമതത്വത്തെ വെളിപ്പെടുത്തുന്നതും വാസുദേവനെ പ്രാപിക്കുവാനായിട്ടുള്ള ഉപായങ്ങളുമാണ് എന്ന് ഈ ശ്ലോകത്തിൽ പറയുകയാണ്. ഈ പറയുന്ന ലോകത്ത് കാണുന്ന സർവസ്വവും ആ ഭഗവാനെ പ്രാപിക്കുവാനുള്ള സർവ സത്വഗുണങ്ങളും ഭഗവാനെ പ്രാപിക്കുവാനുള്ള കാര്യങ്ങളാണ്. അതിൽ ഓരോന്നും പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ് ഈ ശ്ലോകത്തിൽ. ജ്ഞാനം, തപസ്, ധർമ്മം, ഗതി, അതായത് പരമഗതി, എവിടെയാണ് എന്താണോ പ്രാപിക്കേണ്ടത് ആ പ്രാപിക്കേണ്ടുന്ന സ്ഥാനം എല്ലാം ആ ഭഗവാൻ മാത്രമാണ്. എല്ലാം ആ ഭഗവാനെ അറിയുവാനുള്ള ഉപായങ്ങളും ഭഗവാനിലേക്ക് എത്തിച്ചേരുവാനുള്ള മാർഗങ്ങളുമാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ഈ ശ്ലോകങ്ങളിലൂടെ കൂടി. 28, 29 ശ്ലോകങ്ങളിൽ ആ ഭഗവാന്റെ മഹത്വം, നമുക്ക് തത്വങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം, എല്ലാറ്റിലും ആ ഭഗവത് തത്വങ്ങൾ തന്നെയാണ് ഉള്ളത് എന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ വാസുദേവ വേദങ്ങൾ, യാഗങ്ങൾ, യോഗങ്ങൾ, ക്രിയകൾ, കർമ്മങ്ങൾ എല്ലാം ആ ഭഗവാനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഭഗവാന്റെ തത്വം വെളിപ്പെടുത്തുന്നതാണ്, ഭഗവാനിൽ പ്രാപിക്കുവാനുള്ളതാണ്, മാർഗങ്ങളാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ശ്ലോകത്തിൽ വാസുദേവ പരം ജ്ഞാനം, ജ്ഞാനശാസ്ത്രം, തപസ്, വാസുദേവ പരം തപ, വാസുദേവ പരോ ധർമ്മം, ധർമ്മശാസ്ത്രം, ധർമ്മം, എല്ലാ ധർമ്മങ്ങളിലും ആ വാസുദേവനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, ആ വാസുദേവനെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നീട് ഗതി, ആ പരമമായ ഗതി, അതും ഭഗവാനെ പ്രാപിക്കുവാനും ഭഗവാനെ അറിയുവാനുമായിട്ടുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കി അതിലൂടെ ജീവിതം, ഈ ലൗകിക ജീവിതത്തെ നയിക്കുവാൻ എന്ന് പറയുകയാണ്. ലൗകികത്തിൽ നാം ഇതൊക്കെ കണ്ട് ഇതിലൊക്കെ ലയിച്ച് ജീവിച്ച് ആ പരമമായ ഭഗവാനിൽ ലയിക്കണം. അതാണ് നമ്മുടെ പരമഗതി എന്ന് അറിയിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാഗതി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.